ഹർഷ, നീ എത്രയെന്ന് വിചാരിച്ചിട്ടാ? എന്തായാലും അവന്റെ അടുത്ത് ഇതൊക്കെ പറയണ്ടേ? നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എനിക്ക് പേടിയാറിയ, നിനക്കറിഞ്ഞൂടെ അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഇതൊക്കെ അവൻ അറിഞ്ഞ ചിലപ്പോ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ ഇല്ലാണ്ടാവും. ഇതും പറഞ്ഞ് നീ അവിടെ ഇരുന്നു. അവസാനം അവനെ വേറെ വല്ലവരും തട്ടിക്കൊണ്ടുപോകും, അപ്പൊ പഠിച്ചോളൂ. നിനക്ക് അങ്ങനെയൊക്കെ പറയാറിയ, ഞങ്ങള് ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന കളിക്കൂട്ടുകാരാ. നിനക്കെല്ലാം അറിയുന്നതല്ലേ. പെട്ടെന്ന് ചെന്ന് എനിക്ക് അവനെ ഇഷ്ടാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ അവൻ അത് ആക്സെപ്റ്റ് ചെയ്യൂ? എനിക്കെല്ലാം അറിയാം, പക്ഷെ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നീ എത്ര വർഷമായി അവനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട്. അവൻ ഇതെല്ലാം അറിയണം. നിന്റെ ആത്മാർത്ഥ പ്രണയം അവൻ ഒരിക്കലും അറിയാതെ പോകരുത്. അതും കൂടി വിചാരിച്ചിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ നിന്റെ അടുത്ത് പറയുന്നത്. ഇനി എന്താച്ചാ നിന്റെ ഇഷ്ടം പോലെ. നീ പറയുന്നതൊക്കെ ശരിയറിയാ, പക്ഷേ ഇത് അവൻ്റെ അടുത്ത് പോയി പറയാന്ന് വെച്ചാ ചിലപ്പോ അവനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത്രയും വർഷത്തെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിക്കും. അവൻ പിന്നെ ഒരിക്കലും എൻ്റെ അടുത്ത് മിണ്ട പോലും ഇല്ല. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ചിലപ്പോ അതൊക്കെ നിന്റെ തോന്നലാണെങ്കിലോ? പറഞ്ഞു നോക്കിയാലല്ലേ അറിയൂ. ആ ഏയ് വേണ്ട വേണ്ട, ഞങ്ങളിപ്പോ വരാം. എന്താടാ, ആരെ വിളിച്ചേ? ശ്രീയ വിളിച്ചേ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങളിത് എവിടെ പോയിരിക്കായിരുന്നു? അത് പിന്നെ അത് ശ്രീ, ഞങ്ങളൊന്ന് പുറത്തു പോയതാ. എന്നിട്ടെന്താ എന്നെ കൂട്ടാഞ്ഞേ? നിങ്ങളെപ്പോഴാ ഒറ്റയ്ക്കൊക്കെ പുറത്തു പോകാൻ തുടങ്ങിയേ? ഏയ് അതങ്ങനെയല്ലടാ, ഇവൾക്ക് അത്യാവശ്യമായിട്ട് എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോ നീ ഉറങ്ങായിരുന്നു. അപ്പൊ നിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ പോയത്. ആ, നിന്റെ മുഖത്ത് എന്താടാ ഒരു കള്ള ലക്ഷണം? അത് ജന്മനാ ഉള്ളതാ, നിനക്ക് വെറുതെ തോന്നുന്നതാ. ശരിടാ, ഒരുപാട് ലേറ്റായി. ഞാൻ എന്തായാലും വീട്ടിൽ പോവാ. നിങ്ങൾക്ക് എടുക്കാൻ നോക്കിക്കോ. ഓക്കേടി, ശ്രദ്ധിച്ചു പോ. എടാ, നീ ലൈബ്രറിയിലേക്കുണ്ടോ? എടാ, നിനക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു. എന്ത് അത് നിനക്ക് തോന്നുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, വാ നമുക്ക് പോവാം. അല്ല, റിയ വന്നില്ലല്ലോ, അവളൂടെ വന്നിട്ട് ഒരുമിച്ച് പോവാടാ. അയ്യോ സോറി സോറി സോറി, കുറച്ച് ലേറ്റ് ആയി പോയി. നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ? അയ്യോ സോറി ഒന്നും പറഞ്ഞു ഓള് കഷ്ടപ്പെടണ്ട. ഇത് ഡെയിലിയുള്ള നിന്റെ എക്സ്ക്യൂസ് അല്ലേ, അത് ഞങ്ങൾക്ക് അങ്ങ് ശീലായിപ്പോയി. ശ്രീ, എന്താ ഇവിടെ നിൽക്കുന്നേ? ക്ലാസ്സിൽ കയറുന്നില്ലേ? ഇല്ല, ക്ലാസ് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ചേട്ടൻ തമാശിച്ചതാണോ? അല്ല, കാര്യസിച്ചതാ. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? മരി ഇവൻ പറഞ്ഞതൊന്നും കാര്യാക്കണ്ട, ക്ലാസ്സിലേക്ക് വിട്ടോ. ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ, സീനിയേഴ്സിനെ ബഹുമാനിക്കാൻ അറിയില്ല. എന്റെ ദർശ, നിനക്കെന്താടാ അവളോട് ഇത്ര ദേഷ്യം? എപ്പ കണ്ടാലും ഓരോന്ന് പറയല്ലോ. ജലസ് അല്ലാതെന്താ? നീ എന്തേലും പറഞ്ഞോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. നീ ചുമ്മാ കേട്ടതായിരിക്കും. വാ, നമുക്ക് ക്ലാസ്സിൽ പോവാൻ ടൈമായി. ഗൈസ്, ഈ പീരീഡ് നമുക്ക് കേറണം. അതെന്താടി അങ്ങനൊരു ടോക്ക്? അതെന്താന്ന് വെച്ചാ ഈ പീരീഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാ. ഓൾറെഡി ഫുഡ് കഴിച്ച് ഉറക്കം വന്നിരിക്കാം മോനെ. അല്ലേലും ജോയ് സാറല്ലേ, കേറിയിട്ട് വല്ല ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നില്ല. ആൾക്ക് ഇപ്പൊ ആര് ക്ലാസ്സിലുണ്ടാവണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല. തനിയെ അവിടെ നിന്ന് ക്ലാസ് എടുത്തോളും. ആരും കേട്ടാലും ശരി, കേട്ടില്ലേലും ശരി. അപ്പൊ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിരിക്കാം. ബാസ്കറ്റ് ബോൾ കോർട്ടിൽ പോയാലോ? അവിടെ നിന്ന് തേങ്ങ ഉണ്ടായിട്ടാ. നമുക്ക് ലൈബ്രറി പോ, അവിടെ ആകുമ്പോ സ്വസ്ഥായിട്ട് ഇരിക്കാലോ. അത് ശരിയാ, വാ നമുക്ക് അങ്ങോട്ട് പോവാം. റിയ, നീ എന്താ അവർ ക്ലാസ്സിൽ കയറാത്തെ?
അല്ല സാറെന്താ ഇവിടെ ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല, പോവാൻ പോകുന്നേ ഉള്ളൂ. ബാക്കി രണ്ടാളും പൊക്കോ, എനിക്ക് റിയോടെ സംസാരിക്കണ്ടേ. താങ്ക് യു സാർ. എടാ ദുഷ്ടന്മാരെ എന്നെ ഒറ്റയ്ക്ക് പോവല്ലടാ. റിയ, താൻ എന്താ ലിറ്ററേച്ചർ ക്ലാസ്സിൽ കേറാത്തത്? സാർ സത്യം പറയാലോ, സാറിനൊന്നും തോന്നരുത്. ലിറ്ററേച്ചർ ക്ലാസ്സിൽ എനിക്ക് കയറണം ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സാർ. പക്ഷെ എന്താ ചെയ്യാ, സാറിന്റെ ക്ലാസ് 6 ബോറ. ഞാൻ കിടന്ന് ഉറങ്ങ. സാറിന് വിഷമായിന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്ത് ചെയ്യാനാ സാർ, ഞാൻ സത്യം മാത്രം പറയുന്ന ഒരു കുട്ടിയായി പോയില്ലേ. ഇല്ല റിയ, കുഴപ്പമില്ല, റിയ പൊക്കോ. പിന്നെ സാർ, ക്ലാസ് എടുക്കുമ്പോ ഈ വടി പോലെ നിന്ന് ക്ലാസ് എടുക്കാതെ കുറച്ച് എന്റർടൈൻമെന്റ് എലമെന്റും കൂടി ആഡ് ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ ഈ വർഷം ലിറ്ററേച്ചറിൽ തോറ്റുപോകും സാർ. പ്ലീസ്, ഇതൊരു അപേക്ഷയാ. ഓക്കെ റിയ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. കുട്ടി പൊക്കോ. ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് വായിക്കാനാണോടാ ഇങ്ങോട്ട് വന്നത്? പിടിച്ചേ. ശ്രീ, അനങ്ങാതിരിക്കേ. നീ മിണ്ടാതിരുന്നാ മതി. നമുക്ക് ഒരുമിച്ച് ഹെഡ്സെറ്റിൽ പാട്ട് കേൾക്കാം. നിനക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്യാം. എടാ ദുഷ്ടന്മാരെ. എവിടെയടി? ആര്? നിന്റെ കുഞ്ഞമ്മയോ? മനസാക്ഷി ഉണ്ടോടാ? എന്നെ അവിടെ നിർത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് മുങ്ങിയല്ലേ? സാറ് പറഞ്ഞത് നീയും കൂടി കേട്ടതല്ലേ? നിന്റെ അടുത്ത് തനിച്ച് സംസാരിക്കുന്നത് സാറ് പറഞ്ഞോണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേ. ഓ, അല്ലെങ്കിൽ ഇവിടെ നിന്നേനെ. അല്ല, എന്താ പരിപാടി? എന്തു പരിപാടി? ഞങ്ങളിവിടെ പാട്ട് കേട്ടിരിക്കായിരുന്നു. പക്ഷേ എനിക്കിവിടെ വേറെ പലതും ആണല്ലോ കാണാൻ പറ്റുന്നേ. അത് നിന്റെ കണ്ണില് കുരുവായിട്ടോ? പോടാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അല്ല, നാളെ എന്താ പരിപാടി? നാളെ സ്പോർട്സ് ഡേ അല്ലേ, അപ്പൊ അത് തന്നെ പരിപാടി. നിങ്ങളെ രണ്ടുപേരും കോളേജിൽ ഹാർട്ട് ത്രോപ്സ് ആയതുകൊണ്ട് സ്ഥിരം പരിപാടി തന്നെയായിരിക്കും എനിക്ക് നന്നായിട്ട് അറിയാം. രണ്ടുപേരും റിലേയിലും ഓട്ടത്തിനും ലോങ് ജമ്പിലും ഹൈ ജമ്പിലും ഒക്കെ പേര് കൊടുത്തിട്ടുണ്ടല്ലോ. ശ്രീയേട്ട, മാച്ച് ഉഗ്രനായിരുന്നു. ഇതാ വെള്ളം. താങ്ക്സ് മരിയ. ദർശൻ ചേട്ടന് വേണോ വെള്ളം? എനിക്ക് വേണ്ട നിന്റെ വെള്ളമൊന്നും. എനിക്കുള്ള വെള്ളം ഞാൻ എടുത്തോളാം. ഈ ദർശൻ ചേട്ടൻ എന്താ എപ്പോ നോക്കിയാലും എന്നെ കാണുമ്പോ ദേഷ്യപ്പെടുന്നേ? ദേ പെണ്ണെ, പോവാൻ നോക്കിയേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ പോവാൻ തന്നെയാ വന്നത്, അല്ലാതെ നിങ്ങളുടെ മടിയിൽ കയറി ഇരിക്കാനൊന്നുമല്ല. ദേ, എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ടേ. ശ്രീ, നീ വരുന്നുണ്ടോ? ഞാൻ പോവാ. എടാ ദർശ, അവിടെ നിന്ന് നിന്നെ ഒന്ന് പറയട്ടെ. എന്റെ ദർശ, നീ ഇതെങ്ങോട്ടാടെ ഓടിപ്പോകുന്നേ? നിനക്ക് എന്താ? റിയ, നീ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ പെരുമാറരുത്. നിനക്കറിഞ്ഞൂടെ എല്ലാം. അതിന് നീ അവളുടെ അടുത്ത് ചൂടായിട്ട് എന്താ കാര്യം? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീയും കണ്ടതല്ലേ അവളുടെ വെള്ളം കൊടുക്കലും കുടിപ്പിക്കലൊക്കെ.
ഇതാ ഞാൻ നിന്റെ അടുത്ത് മുന്നേ പറഞ്ഞത്. ആരെങ്കിലും കൊത്തിക്കൊണ്ടു പോകുന്നതിന് മുൻപ് അവന്റെ അടുത്ത് ഉള്ളത് തുറന്നു പറയാം. അപ്പൊ നീ കേട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ ഒന്നും പറഞ്ഞിട്ട് റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. ദർശ, നീ ഇതെങ്ങോട്ട് ഓടുന്ന ഈ മഴയത്ത്? വാ, ഇവിടെ കേറി നിക്കാം. എന്താടാ, എന്തു പറ്റി? ഏ അതൊന്നുമില്ലടാ. വാ, എങ്കി പോവാം. ദേ മഴ കുറഞ്ഞു. ഇവനെന്താ വട്ടായോ? തനിയിരുന്ന് ചിരിക്കുന്നല്ലോ. എടാ, നിനക്ക് എന്താ പറ്റിയേ? നീ എന്തിനാ ഈ തനിച്ചിരുന്ന് ചിരിക്കുന്നേ? എടാ, ഇന്ന് രാവിലെ മഴ പെയ്തില്ലേ? അപ്പോ ഞാനും ശ്രീയും കൂടി ഒരു മരത്തിന്റെ ചോട്ടിൽ പോയി നിന്നു. നിനക്കറിയോ എനിക്കപ്പൊ എന്താ ഫീലായെന്ന്? നിനക്കപ്പ എന്താ ഫീലായെന്ന് എനിക്ക് എങ്ങനെയാടാ അറിയാ? നീ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. എന്റെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ വല്ലാതെ അങ്ങ് കൂടി. സത്യം പറയാലോ, അപ്പവനെ കയറി ഇഷ്ടാണെന്ന് പറഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിച്ചതാ. പക്ഷേ അപ്പോഴേക്കും മഴ നിന്നു. ആരോട് എന്ത് പറയുന്ന കാര്യാടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എന്റെ അടുത്തും കൂടി പറ. അത് അത് ശ്രീയേട്ടാ, പ്രിൻസിപ്പാള് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അത്തല്ലക്ക് ആഴ്ചയിൽ ഒരു തവണ എന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ലെന്നാ തോന്നുന്നു. എടാ, ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം. ഓക്കേടാ, നീ പോയിട്ട് വാ, ഞങ്ങള് ക്യാൻറ്റീനിൽ കാണും. എടാ, ഇവിടെ നിന്ന് ഡ്രസ്സ് മാറണ്ട. ഇവിടെ നിന്ന് ഡ്രസ്സ് മാറണ്ടെന്നു? പിന്നെ ഞാൻ എവിടെ പോയി ഡ്രസ്സ് മാറാനാ? ഇവിടെ നിന്ന് ഡ്രസ്സ് മാറാൻ പറ്റില്ല. നീ അത് ശരിയാവില്ല. ശരിയാവില്ലെന്നോ? നിനക്ക് എന്താടാ പറ്റിയേ? ഇത്ര ദിവസം ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. നീ വേണമെങ്കിൽ ബാത്റൂമിൽ പോയി ഡ്രസ്സ് മാറിക്കോ. ഇവിടെ നിന്ന് മാറണ്ടടാ പ്ലീസ്. എന്താടാ ഇവിടെ നിന്ന് ഡ്രസ്സ് മാറിയ പ്രശ്നം? അത് ശരിയാവില്ല ശ്രീ. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ ഇവിടെ നിന്ന് ഡ്രസ്സ് മാറിക്കോ. ഞാൻ പുറത്തു പോയി നിൽക്കാം. ഈശ്വര, ഇവനിതെന്താ? മാഡം എന്നെ വിളിച്ചെന്ന് പറഞ്ഞു. എന്തിനാ വിളിച്ചേ? ആ, ശ്രീറാം ഇരിക്കൂ. അറിയാലോ, ആർട്സ് ഡേയാ വരുന്നത്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആപ്പൂപ്പ് പ്രോഗ്രാം ഒന്നും വേണ്ട. നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പ്രോഗ്രാം ആയിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്. അല്ലെങ്കിലും ഞങ്ങള് ആപ്പൂപ്പ് പരിപാടിയൊന്നും നടത്താറില്ല മാഡം. വി ആർ പ്രൊഫഷണൽസ്. അത് ഞാൻ കഴിഞ്ഞ വർഷം കണ്ടു. അവസാനം തല്ലും ബഹളും ആയല്ലോ. അതുപോലെ ആവരുത് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അതൊരു കയ്യബദ്ധം പറ്റിയതാ മാം. ഇപ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരു ആർട്സ് ടീം ലീഡർ എന്ന നിലയിൽ ഞാൻ ചെയ്തോളാം. ഓക്കേ, then go now. നീ എവിടെ പോയി കിടക്കായിരുന്നടാ? എത്ര നേരം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നറിയോ? ഓ, അതൊന്നും പറയണ്ടടാ. ആ പ്രിൻസിപ്പാൾ വിളിച്ചതാ. അങ്ങനത്തെ ഒരു ആർട്സ് ഡേയുടെ പരിപാടി, കോർഡിനേഷൻ, തേങ്ങ മാങ്ങ. എടാ, നീ അറിഞ്ഞ ഹിറിയുടെ ഇന്നും ജോയൽ സാറ് പൊക്കിയടാ? അല്ല, ഈ ജോയൽ സാറിന് എന്താ ഇവള് ക്ലാസ്സിൽ കയറാത്തതിന് മാത്രം ഇത്രേ പ്രശ്നം? നമ്മള് രണ്ടാളും ആളുടെ അവർ കയറാറില്ലല്ലോ. നമ്മളോടൊന്നും വന്ന് ചോദിക്കുന്നില്ല. അപ്പോ ഇതിലെന്തോ ഉണ്ട്. നിനക്ക് തോന്നിയില്ലേ? എനിക്കും അതേടാ, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. ജോയൽ സാറിന് ഇവളോട് എന്തോ ഒരിതുണ്ട്. ഹലോ മക്കളെ, നിങ്ങളിത് പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടേക്ക് കയറി പോകുന്നേ? സാറിന് എന്റെ അടുത്ത് അങ്ങനെ ഒന്നുമില്ല. നിങ്ങക്ക് വെറുതെ തോന്നുന്നതാ. ഞങ്ങൾക്ക് വെറുതെ തോന്നുകയാണെങ്കിൽ നീ തന്നെ പറ.
ഞങ്ങള് ക്ലാസ്സിൽ കയറാത്തതിന് സാറൊന്നും പറയുന്നില്ലല്ലോ. ആഹാ, അങ്ങനെയാണോ? എങ്കിൽ അത് ചോദിച്ചിട്ട് തന്നെ കാര്യം. നിങ്ങൾ എന്തായാലും ക്ലാസ് കേട്ടോ. ഞാൻ ഇക്കാര്യം സാറിന്റെ അടുത്ത് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് വരാം. അത് നീ എന്തിനാടി പോയി ചോദിക്കുന്നേ? അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അങ്ങേര് വന്ന് പറഞ്ഞോളും, അല്ലാതെ പോയി ചോദിച്ച് നാറണ്ട. അത് പറ്റില്ല. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവളിങ്ങനെ മൂച്ചു കയറ്റി വിടാൻ? ഇനിയിപ്പൊ എന്താ നടക്കാവൂ? അതിനിപ്പ എന്താടാ? അവള് പോയി ചോദിക്കട്ടെ. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അവളും സാറും സെറ്റാവും. എത്രയെന്ന് വിചാരിച്ച അവളിങ്ങനെ സിംഗിളായിട്ട് നടക്കാം? അവളൊന്നും മിങ്കിളാവട്ടടാ. സാർ, എന്താ അറിയാ? അത് ഒന്നുമില്ല സാർ. അല്ല, താനല്ലേ ഇപ്പൊ സാറേന്ന് വിളിച്ച് വന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി സാർ. ഞാൻ ഓർമ്മ വരുമ്പോ വന്ന് പിന്നെ പറയാം. എന്തായാലും റിയ ഇവിടെ വരെ വന്നതല്ലേ, എനിക്ക് റിയയുടെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. സാർ, നമ്മുടെ ഈ ഗാർഡനിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരായല്ലോ. എന്താ സാറിന് പറയാനുള്ളേ? അത് പിന്നെ റിയ, ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാ. എനിക്കൊന്നും വളച്ചു കെട്ടി പറയുന്ന സ്വഭാവമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കാര്യം ഞാൻ പറയാം. എനിക്ക് റിയ ഇഷ്ടാ. വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. റിയ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാ മതി. റിയ, റിയ, എന്തു പറ്റി? എന്താ മിണ്ടാതെ നിക്കുന്നേ? സാറിങ്ങനെ പറയുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതാ പെട്ടെന്ന് കേട്ടതിന്റെ. ഞാൻ പോട്ടെ സാർ, ക്ലാസ്സിന് ടൈമായി. താൻ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്കിഷ്ടക്കുറവൊന്നുമില്ല സാർ. പിന്നെ സാറായതുകൊണ്ട് ഒരു പേടി. പേടിയോ? എന്തിന്? അല്ല, കോളേജിൽ എന്തെങ്കിലും ഇഷ്യൂ ആവുമെന്ന് വിചാരിച്ചിട്ടാണോ? അതല്ല സാർ, സാറിനെ ഞാൻ ഒരുപാട് കളിയാക്കിയതാണല്ലോ. അപ്പൊ സാറ് ഞാൻ എന്റെ അടുത്ത് റിവെഞ്ച് എടുത്താലോന്ന് പേടിച്ചിട്ടാ. റിവഞ്ചോ? താൻ എന്നെ കളിയാക്കിയതല്ല, ഞാൻ ആ ഒരു സ്പിരിറ്റിലേ കണ്ടിട്ടുള്ളൂ. പിന്നെ തൻ്റെ അടുത്ത് ശരിക്കും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാ ഞാൻ ഇത് വന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അല്ലാതിനെ റിവഞ്ച് അങ്ങനെയൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. തനിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഓക്കെ. ഓക്കെ സാർ, അപ്പൊ വൈകിട്ട് തന്നെ ഡ്രോപ്പ് ചെയ്യില്ലേ? ഡ്രോപ്പോ? അതെ സാർ, കപ്പിൾസ് എല്ലാവരും അങ്ങനെ തന്നെ. പിക്ക് ചെയ്യണം, ഡ്രോപ്പ് ചെയ്യണം. അപ്പോ പറഞ്ഞതുപോലെ ബൈ. എന്തുവാടാ, കൊറേ നേരമായല്ലോ എന്നെങ്ങനെ വായി നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്? ഒന്നുമില്ലടാ, ചുമ്മാ നോക്കിയതാ. ചുമ്മാ നോക്കിയതാണെങ്കി ഇരുന്ന് പഠിക്കാൻ നോക്ക്. എക്സാമാ വരുന്നത്, ഓർമ്മയുണ്ടല്ലോ. അപ്പൊ മോൻ ബുക്കിലേക്ക് നോക്ക്. എടാടാ, അറിഞ്ഞ ഒരു കാര്യം. നീ അറിയാതെ എങ്ങനാടി ഞങ്ങളത് അറിയാ? ആദ്യം ഉണ്ടായ കാര്യം പറ. എടാ, ജോയൽ സാർ എന്നെ പ്രപ്പോസ് ചെയ്തടാ. എന്തുവാടാ നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? ഞാൻ പറഞ്ഞത് സത്യാടാ, ശരിക്കും നടന്നു. ആഹാ, കൊള്ളാലോ. എന്നിട്ട് നീ എന്താ പറഞ്ഞത് സാറിനോട്? ഞാൻ എന്ത് പറയാ, ഞാനും തിരിച്ചിഷ്ടാന്ന് പറഞ്ഞു. അപ്പൊ നിനക്കും സാറിന് ഇഷ്ടായിരുന്നു? അമ്പടി കള്ളി, ഞങ്ങളോട് ഒളിപ്പിച്ചു വെച്ചല്ലേ. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ചെലവ് വേണം. ഈ 2 തവട്ട പോയി കെടുക്ക. ഞാൻ വന്നിട്ട് ഇത്ര നേരം ഒരെണ്ണത്തിനും കാണാനില്ലല്ലോ.
ഇവൻ എന്ത് ഈ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? റിയയെ വിളിച്ചു നോക്കാം. ഹലോ റിയ, നീ ഇതെവിടെയാ? ആ, ഓക്കെ ഓക്കെ, ശരി. അപ്പോ അവൾക്ക് ജോയൽ സാർ സെറ്റായോടുകൂടി അവൾക്കിപ്പം നമ്മളെ ഒന്നും വേണ്ട. ഇതാ പറയുന്നത് സിംഗിൾ ലൈഫാ നല്ലതെന്ന്. എന്നാൽ ഇവൻ ഇതവിടെ പോയി പോയി അന്വേഷിച്ചു നോക്കാം. അവിടെ എവിടെയെങ്കിലും കാണാതിരിക്കില്ല. അത് അത് ശ്രീയല്ലേ? എന്റെ കോള് പോലും എടുക്കാതെ ഇതിനു മാത്രം ഇവനെന്താ ഇവളുടെ അടുത്ത് സംസാരിക്കാനുള്ളത്? റിയ, നീ ദർശന കണ്ടോ? ഇല്ല ശ്രീ, രാവിലെ തൊട്ട് ഞാൻ അവനെ കണ്ടില്ല. എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ ജോയൽ സാറിന്റെ അടുത്താന്ന് പറഞ്ഞപ്പോ ഓക്കെ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. പിന്നെ അവൻ ഇതെവിടെ പോയി? വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ഞാൻ കുറെ നേരം ട്രൈ ചെയ്യുന്നു. ചെലപ്പോ നമ്മളെ രണ്ടാളും കാണാത്തോണ്ട് അവൻ റൂമിലോട്ട് പോയിട്ടുണ്ടാവും. അതായിരിക്കും. നീ എന്തായാലും റൂമിലോട്ടൊന്ന് പോയി നോക്ക്. നീ പറഞ്ഞതും കാര്യമുണ്ട്. അവൻ എന്നെ ഒരുപാട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എടുക്കാൻ പറ്റിയ സിറ്റുവേഷനിലല്ലായിരുന്നു. ഞാൻ എന്തായാലും റൂമിൽ പോയി നോക്കട്ടെ. എടാ, അവനെ കണ്ടു കഴിഞ്ഞാ എനിക്കൊന്ന് മെസ്സേജ് ഇടണേ. ആടി, ഞാൻ മെസ്സേജ് അയക്കാം. നീ ഇവിടെ ഉണ്ടായിരുന്നു? നിന്നെ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? വിളിച്ചിട്ട് എന്താടാ ഫോൺ എടുക്കാതിരുന്നേ? എനിക്ക് നല്ല തലവേദനയായിരുന്നു, അതാ വിളിച്ചപ്പോ ഫോൺ എടുക്കാതിരുന്നേ. അതൊക്കെ അപ്പം നിനക്കൊന്ന് പറഞ്ഞിട്ടെങ്കിലും പോരായിരുന്നില്ലേ? ഞാൻ പേടിച്ചു പോയി എവിടെ പോയെന്നറിയാണ്ട്. അത് പറയാനാ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നീ ഫോൺ എടുത്തില്ലല്ലോ, അതാ ഞാൻ ഇങ്ങോട്ട് പോന്നേ. നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. തീരെ വയ്യേ നിനക്ക്? ഡോക്ടറെ അടുത്തേക്ക് പോണോ? അതിന്റെ ആവശ്യമില്ല. കുറച്ചു നേരം കിടന്നാ മാറിക്കോളും. എന്നാ നീ റെസ്റ്റ് എടുക്ക്. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ദർശ, നിനക്ക് എന്താ പറ്റി? ഇന്നലെ തലവേദനയായിട്ടാ നീ ഇവിടെ നിന്ന് പോയെന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല. അതും ആരുടെ അടുത്തും പറയാതെ. എന്താ ശരിക്കും സംഭവിച്ചത്? നീ കാര്യം പറ. എടാ, നീ എന്തിനാ കരയുന്നേ? അതിനു മാത്രം എന്താ ഇവിടെ സംഭവിച്ചത്? നീ കാര്യം പറ, കരയാതെ. റിയ, അവസാനം നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു. ശ്രീ അവനിപ്പോ വേറൊരാളുടെ സ്വന്തം. നീ എന്തൊക്കെയാ പറയുന്നത്? കാര്യം തെളിച്ച് പറ. അതെ റിയ, ഞാൻ എന്നെ കണ്ടുകൊണ്ട് കണ്ടു. ശ്രീയും മരിയും തമ്മിൽ ഇഷ്ടത്തില. ഞാൻ പറഞ്ഞില്ലേ? അവസാനം നീ പറഞ്ഞതുപോലെ തന്നെയായി. എടാ, നീ ഇങ്ങനെ കരയല്ലേ? ഞാൻ വേണമെങ്കിൽ ശ്രീയോട് സംസാരിക്കാം. വേണ്ട റിയ, ഞാൻ സ്നേഹിക്കുന്ന കാര്യം അവൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അത് പറയാതിരുന്നത്
എന്റെ തെറ്റ് തന്നെയാ. അതുകൊണ്ട് ഇപ്പോ അവര് തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ ഞാനായിട്ട് ഇനി ഒന്നിനുമില്ല. അവരുടെ ജീവിതത്തിൽ ഒരു കല്ലുകടയായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കും നിനക്കും മാത്രമേ അതറിയൂ. അതങ്ങനെ തന്നെ അവസാനിച്ചോട്ടെ. എടാ, എന്നാലും നീ ഇത്രയൊക്കെ അവനെ സ്നേഹിച്ചിട്ട് അവനതറിയാതെ പോയാ അത് ശരിയാവില്ലടാ. വേണ്ട റിയ, ഞാൻ പറഞ്ഞല്ലോ, അവര് ഹാപ്പി ആണെങ്കിൽ എന്തിനാ വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ? എന്റെ പ്രണയം അവനറിയാൻ പാടില്ലായിരിക്കും. അതാവും വിധി ചിലപ്പോ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടടി. നമ്മൾ രണ്ടാളും മാത്രം അതറിഞ്ഞാ മതി. വേറൊരാളും അറിയണ്ടറിയ. നിങ്ങളെ രണ്ടുപേരും ഇവിടെ ഇരിക്കായിരുന്നു. ഞാൻ എവിടൊക്കെ നോക്കിയെന്നറിയൂ? ദർശൻ ചേട്ടാ, തലവേദനയാണെന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുറഞ്ഞോ? ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ദർശൻ ചേട്ടാ, എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കല്ലേ. എപ്പോഴും എന്നോട് ചൂടായി സംസാരിക്കുന്നോണ്ട് എനിക്ക് ആ ദർശൻ ചേട്ടനെ ഇഷ്ടം. ഇതൊരുമാതിരി മൂടിയായിട്ട് എന്തു പറ്റി? മരിയ, അവനൊട്ടും ഓക്കെ അല്ല, അതുകൊണ്ടാ. സോറി ദർശൻ ചേട്ടാ. എന്നാ ചേട്ടൻ റെസ്റ്റ് എടുക്ക്. ഞാൻ എന്തായാലും ക്ലാസ്സിലോട്ട് പോവാ. അപ്പൊ ശരി. എടാ, ഡോക്ടറെ അടുത്തേക്ക് പോണോ? നീ പറഞ്ഞല്ലോ ഒട്ടും ഓക്കെ അല്ലെന്ന്. അതിന്റെ ആവശ്യമില്ല. അല്ല, നീ പറ, നീയും മരിയും തമ്മില് എന്തടപാട്? എന്തടപാട്? നിനക്ക് വെറുതെ തോന്നുന്നതാ. അതെന്താന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, അതല്ല നിന്റെ അടുത്ത് ചോദിച്ചത്. അല്ല, പതിവില്ലാത്ത കാഴ്ചകളൊക്കെ കാണുന്നേ. അവളുടെ കൂടെ നടക്കുന്നു, അവളുടെ കൂടെ സംസാരിക്കാനിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചു പോയതാ. അവളുടെ അടുത്ത് സംസാരിക്കുന്നതുകൊണ്ടും അവളുടെ അടുത്ത് ഇരിക്കുന്നതുകൊണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ ആസ്റ്റയുടെ മീറ്റിംഗ് ആണ്. നീ എന്തായാലും ഇല്ലല്ലോ ദർശ. നിനക്ക് വയ്യെന്നല്ല പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് പോവാ. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണാം. വേണ്ടറിയ, അവനെപ്പോഴാ നമ്മുടെ അടുത്ത് പറയാൻ തോന്നുന്നത് അപ്പൊ പറഞ്ഞാ മതി. അവന് ചിലപ്പോ അത് പ്രൈവറ്റ് ആയിട്ട് വെക്കണം എന്നായിരിക്കും. നീ വിട്, വാ, നമുക്ക് പോവാം. നിനക്ക് എന്താ പറ്റിയേ? കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, ഒന്നിനും ഒരു മൂഡില്ലല്ലോ. ആക്ച്വലി അതെന്താന്ന് സാറിന്റെ അടുത്ത് എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല. പക്ഷെ പറയാതിരുന്ന അത് എന്റെ മനസ്സിൽ കടന്ന് എനിക്ക് അതിലേറെ ബുദ്ധിമുട്ടുണ്ടാക്കും. നീ എന്താണെങ്കിലും എന്റെ അടുത്ത് തുറന്നു പറ, നമുക്ക് സൊല്യൂഷൻ കാണാമേ. ഇതങ്ങനെ സൊല്യൂഷൻ കാണാൻ പറ്റിയ കാര്യമൊന്നുമല്ല. എന്റെ ഫ്രണ്ട്സ് ഇല്ലേ, ദർശനും ശ്രീയും, അതില് ദർശന് ശ്രീ ഒരുപാട് ഇഷ്ടാ. യു മീൻ ലവ്? ആ, അതെ. ശ്രീയോട് പറയാൻ പക്ഷെ ദർശന് പേടിയായിരുന്നു, അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇപ്പോ ആ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന മരിയില്ലേ, അവളും ശ്രീയും തമ്മിൽ സെറ്റായി. ഇപ്പോ ഇവൻ നിരാശാകാമുകനായിട്ട് നടക്ക. അപ്പോ നീ പറഞ്ഞു വരുന്നത് ദർശൻ സ്നേഹിക്കുന്ന കാര്യം ശ്രീക്ക് അറിയേയില്ലെന്നാണോ? അത് തന്നെ കാര്യം. അവൻ ഇക്കാര്യത്തെ കുറിച്ച് ഒരിക്കലും ബോധേടല്ല. സാരില്ല അറിയാ, അവനത് മൂവ് ഓൺ ചെയ്തോളും. ഹി ഈസ് വെരി സ്ട്രോങ്. അവൻ സ്ട്രോങ് ഒക്കെ തന്നെ, പക്ഷെ ഇമോഷണലി ഭയങ്കര ഡൗണാ. അതാ എനിക്ക് പേടി. നീ പേടിക്കേണ്ട അറിയ, എല്ലാം ശരിയായിക്കോളും. പിന്നെ ഈ സാറേ എന്നുള്ള വിളി ഒന്ന് ഒഴിവാക്കിയ കൊള്ളായിരുന്നു. നമ്മളുള്ള സമയത്തെങ്കിലും നിനക്കെന്നെ ഇച്ചായെന്ന് വിളിക്കാം. ശരി ഇച്ചായ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. നമ്മൾ മാത്രമുള്ള സമയത്ത് ഞാൻ ഇനി ഇച്ചായെന്ന് വിളിക്കുള്ളൂ. ആ, അത് മതി. നീ എന്താ ദർശ എന്നെ കൂട്ടാതെ കോളേജിലേക്ക് വന്നത്? എനിക്കൊരു പ്രോജക്റ്റ് എഴുതി വെക്കാനുണ്ടായിരുന്നു, അതാ നേരത്തെ പോന്നത്. ഏത് പ്രോജക്റ്റ്? ഞാനും നിന്റെ ക്ലാസ്സിലല്ലേ, ഞാനറിയാത്ത ഏത് പ്രോജക്റ്റാണ് നിനക്കുള്ളത്? അത് ലിറ്ററേച്ചർ പ്രോജക്റ്റ്. ലിറ്ററേച്ചർ പ്രോജക്റ്റോ?
കള്ളം പറയാണെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന കള്ളം പറയാൻ പഠിക്കും നീ. നിനക്ക് എന്റെ കൂടെ വരാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. വെറുതെ അനാവശ്യമായിട്ട് നുണ പറയേണ്ട കാര്യമില്ല. ദർശ, എന്തിനാ ശ്രീ ദേഷ്യപ്പെട്ടു പോകുന്നത്? കാര്യം പറ. അത് ഞാൻ ഇന്ന് രാവിലെ ഒറ്റയ്ക്കാ വന്ന്, അവനെ വിളിച്ചില്ല, അതിന്റെ ദേഷ്യം തീർത്തതാ. നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ അവനായിട്ട് ഗ്യാപ്പ് ഇടാനാണോ? അതെ, അത് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിനക്ക് ഭ്രാന്താണോടാ? നീ തന്നെയല്ലേ പറഞ്ഞേ അവര് സെറ്റായെങ്കിൽ ആയിക്കോട്ടെ, നീ എല്ലാത്തിനും ഒഴിഞ്ഞു മാറാന്ന്. അതും പറഞ്ഞ് നീ എന്തിനാ അവന്റെ അടുത്ത് മിണ്ടാതിരിക്കുന്നേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട റിയ? നിനക്കറിയോ, അവന്റെ കൂടെ നടക്കുമ്പോ എനിക്ക് എന്റെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഞാനൊരു ഡിസ്റ്റൻസ് വെക്കാന്ന് തീരുമാനിച്ചത്. അല്ലാതെ അവനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കണമെന്നും അവന്റെ അടുത്ത് മിണ്ടാതിരിക്കണമെന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നീ ഒന്നോർക്കണം, നീ അവന്റെ അടുത്ത് നിന്റെ പ്രണയം പറയാതിരുന്നത് ആ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാ. എന്നിട്ട് നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ പെരുമാറിയ അവന്റെ ഫ്രണ്ട്ഷിപ്പ് നിനക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. ഏയ് ശ്രീ, ഇവിടെ വന്നിരിക്കടാ. നീ എന്താ മൈൻഡ് ചെയ്യാതെ പോകുന്നേ? ഏയ് വേണ്ടടി, ഞാനവിടെ വന്നിരുന്ന ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. വാതിലടഞ്ഞൊരു സുഖമേ, ഇനി നിൻ മുഖമെങ്ങനെ കാണും? ദൂരെ മറഞ്ഞൊരു കുയിലേ, ഇനി നിൻ മൊഴി എങ്ങനെ കേൾക്കും? നീ പെയ്തു തീരാത്ത മഴയോ, നീ എന്നെ അറിയാത്ത പുഴയോ, നീ എന്ന് ചേരുമെൻ പ്രണയക്കടലേ. ഓ ഓ ഓ ഓ. ശ്രീയേട്ടാ, എന്താ പ്രശ്നം? കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. ശ്രീയേട്ടനായാലും ശരി, ദർശൻ ചേട്ടനായാലും ശരി, എപ്പോൾ നോക്കിയാലും ഭയങ്കര മൂടിയായിട്ടിരിക്കുന്നത്. ശരിക്കും എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എനിക്കറിയില്ല മരിയ, കുറച്ച് ദിവസമായിട്ട് അവൻ എൻ്റെ അടുത്ത് സംസാരിക്കാറില്ല. ഞങ്ങൾ ഒരുമിച്ചല്ല കോളേജിൽ വരാറ്, പക്ഷെ എന്നോട് പറയാതെ അവൻ കോളേജിലേക്ക് വരും. വൈകിട്ട് തിരിച്ചു പോകുമ്പോഴും അതെ, ഒറ്റയ്ക്ക് തന്നെ പോക്ക്. എന്ത് ചോദിച്ചാലും ഒന്നുമില്ല എന്ന് പറച്ചില്. പക്ഷെ എപ്പോഴും അവനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവനില്ലാതെ എനിക്ക് പറ്റില്ല. നിനക്കെല്ലാം അറിയണതല്ലേ എനിക്ക് അവൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ശ്രീയേട്ടൻ വിഷമിക്കാതിരിക്കും, ഞാൻ ദർശൻ ചേട്ടനോട് സംസാരിക്കാം. ദർശൻ ചേട്ടൻ ഒന്ന് അവിടെ നിന്നേ. നിനക്കെന്താ വേണ്ടേ? എനിക്ക് ഇയാളുടെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. പക്ഷെ എനിക്ക് നിന്റെ അടുത്ത് ഒന്നും സംസാരിക്കാനില്ല. സംസാരിച്ചേ പറ്റൂ ദർശൻ ചേട്ടാ. ദർശൻ ചേട്ടനും ശ്രീയേട്ടനും തമ്മിൽ എന്താ പ്രശ്നം? ദർശൻ ചേട്ടൻ എന്തിനാ ശ്രീയേട്ടനെ അവോയ്ഡ് ചെയ്യുന്നേ? ഞാനതൊക്കെ നിന്റെ അടുത്ത് എന്തിനാ പറയുന്നേ? ഓ, ചിലപ്പം ഗേൾ ഫ്രണ്ട് ആയതുകൊണ്ട് ബോയ് ഫ്രണ്ട് വിഷമിക്കുന്നത് കണ്ട് വന്നതായിരിക്കും അല്ലേ? എന്ത് ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടോ? ആരുടെ? നിങ്ങൾ എന്തൊക്കെ പറയുന്നേ? എന്തേ, ഞാൻ പറഞ്ഞത് സത്യല്ലേ?
നീയും അവനും ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ട് അല്ലേ? ദർശൻ ചേട്ടൻ എന്തൊക്കെ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനും ശ്രീയേട്ടനും ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ടാണെന്നു എവിടെ നിന്ന് കിട്ടിയത്? ഞാൻ കണ്ടതാലോ കഴിഞ്ഞ ആഴ്ച നീയും ശ്രീയും അവിടെ ഹഗ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോ നിനക്ക് അവനെ ഇഷ്ടല്ലേ? അപ്പോ അതാണ് കാര്യം. പറഞ്ഞത് ശരിയാ, എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ശ്രീയേട്ടനല്ല, ദർശൻ ചേട്ടനെ എനിക്കിഷ്ടം. എന്താ പറഞ്ഞേ? സത്യം, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. അന്ന് അവിടെ എന്താ സംഭവിച്ചെന്നറിയോ? നീ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വിളിച്ചത്? എന്തേലും പറയാനുണ്ടോ? എനിക്ക് ശ്രീയേട്ടനോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് എനിക്ക് ദർശൻ ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ആളുടെ അടുത്ത് അത് പറയാൻ ഒട്ടും ധൈര്യമില്ല. അത് പിന്നെ അറിയാലോ. നിനക്കിത് അവന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞൂടെ? ശ്രീയേട്ടനറിയോ, ഞാനിവിടെ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യാൻ വന്ന അന്ന് ദർശൻ ചേട്ടനെ കണ്ടതാ. അപ്പോഴേ പറയില്ലേ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അങ്ങനെ തോന്നി. പക്ഷെ ഞാൻ പല പ്രാവശ്യം പറയാൻ നോക്കിയെങ്കിലും ആളുടെ മുരട്ട് സ്വഭാവം കാരണം എനിക്കത് പറയാൻ പറ്റിയില്ല. ഞാൻ നേരിട്ട് ചെന്ന് പറഞ്ഞാലും ആള് കളിയാക്കുമെന്നേ വിചാരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ശ്രീയേട്ടനോട് ഈ കാര്യം പറയുന്നത്. ശ്രീയേട്ടൻ എന്താ ഒന്നും പറയാത്തെ? ശ്രീയേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം. സോറി മരിയ, ഈ ഒരു കാര്യത്തില് എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതെന്താ ശ്രീയേട്ടാ? ഈ ലോകത്ത് ഞാൻ എന്നേക്കാളേറെ സ്നേഹിക്കുന്ന ഒരാളേ ഉള്ളൂ, അത് ദർശന. അവനെന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല അവനെ വിട്ടുകൊടുക്കാൻ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അവനെ. മരിയനോട് ക്ഷമിക്കണം. ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ല ഞാൻ അവനെ. അവൻ്റെ ഓരോ മൊമെൻറ്റും എനിക്ക് അത്ര പ്രഷ്യസാ. എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റില്ല. നീ അതൊന്നും മനസ്സിലാക്കണം. അതുപോലെ തന്നെ തിരിച്ച് എൻ്റെ ഇഷ്ടം അവൻ്റെ അടുത്ത് പറയാനും എനിക്ക് പേടിയാ. I can understand ശ്രീയേട്ടാ. ശ്രീയേട്ടന് ദർശൻ ചേട്ടനോട് ഇത് പറഞ്ഞൂടെ? അത് തന്നെയാ എൻ്റെ പ്രശ്നവും. അവനെന്നെ തിരിച്ച് അതുപോലെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും. അതുകൊണ്ടാ ഞാൻ ഇത്രയും നാളും ഇതൊന്നും അവൻ്റെ അടുത്ത് പറയാതിരുന്നത്. ഇപ്പോ ഞാൻ കാരണം നീയും ഒരുപാട് വിഷമിച്ചല്ലേ? ഐ എം സോറി. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. അവന് വേറൊരാൾക്ക് വിട്ടുകൊടുക്ക എന്നെ കൊണ്ട് പറ്റില്ല മരിയ. ഐ എം സോറി. സോറി മരിയ, സോറി. ആസ് എ ബ്രദർ ഐ വിൽ ഓൾവേസ് ദർ ഫോർ യു. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനുണ്ടാവും നിന്റെ കൂടെ. അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഒരു ബ്രദറായിട്ട് കൂടെ നിന്നാളാ ശ്രീയേട്ടൻ. എന്തിനേറെ പുതിയ ലൈൻ സെറ്റാക്കാൻ വരെ സപ്പോർട്ടായിരുന്നു. ദർശൻ ചേട്ടൻ ഒരിക്കലും ശ്രീയേട്ടൻ്റെ ഇഷ്ടം അറിയാതെ പോകരുത്. അതിനു വേണ്ടിയിട്ടാ ഞാൻ ഇതൊക്കെ പറഞ്ഞത്. വിട്ട് കളയരുത് ആ പാവത്തിന്. താങ്ക് യു മരിയ, താങ്ക് യു സോ മച്ച്. ഇതെൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും വന്ന് പറഞ്ഞതിന്. ശ്രീ, എന്താടാ, നീ ആരാന്ന നിന്റെ വിചാരം? നീ ഒന്നും പറയാതിരുന്ന ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചു നീ? എടാ പൊട്ടൻ ശ്രീ, നിനക്കെന്നെ ഇഷ്ടായിരുന്നെങ്കിൽ നിനക്കതെൻ്റെ അടുത്ത് മുന്നേ പറയായിരുന്നില്ലടാ. നിനക്കറിയോ, എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടാടാ.
നിനക്ക് എൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇത്രയും നാളും. നീ പറയുന്നത് സത്യാണോടാ? ആടാ, ഐ റിയലി ലവ് യു. I love you too, Darsha. Can I kiss you, Darsha?